ഈ വീഡിയോയിൽ നമ്മൾ ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചറിലെ ചാപ്റ്റർ 10 ആൻഡ് 11 ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ചാപ്റ്റർ 10 ആണ് LGBTQIA+ എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിലെ ഈ LGBTQ ഓരോന്നും എന്താണെന്നുള്ളതും, അതായത് ആ ടേംസും അതിൻ്റെ മീനിങ്സും ആണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കറിയാം, എന്തെന്ന് പറയുന്നത് ലെസ്ബിയൻ, പിന്നെ ഗേ, പിന്നെ ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്വീർ, ഇൻ്റർസെക്സ്, അസെക്ഷൽ, ഇതാണ് ഈ ഓരോ ലെറ്റേഴ്സും ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്ലസ് സൈൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെനി അതർ ഐഡൻറ്റിറ്റീസ് ആണ്. അതായത് പാൻസെക്ഷൽ, അജെൻഡർ, നോൺ ബൈനറി അല്ലെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും വരാനുള്ള ആൾക്കാരാണ് പ്ലസ് ഇട്ട് വിളിക്കുന്നത്. അതുപോലെ ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇവിടുത്തെ കീ ടേംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ എന്താണ് ലെസ്ബിയൻ? എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് പറയാം. ഒരു വിമണിനോട് തന്നെ ഇമോഷണലി, റൊമാൻറ്റിക്കലി ആൻഡ് ഫിസിക്കലി അട്രാക്റ്റഡ് ആവുന്നതിനാണ് നമ്മൾ ലെസ്ബിയൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഗേ, അതായത് സെയിം സെക്സിലുള്ള ആൾക്കാർ തമ്മിലുള്ള അട്രാക്ഷനാണ് നമ്മൾ ഗേ എന്ന് വിളിക്കുന്നത്. അത് വിമൺ ആയതുകൊണ്ടാണ്, അത് വിമൺ ആകുമ്പോൾ ലെസ്ബിയനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് പറയുന്നതെന്ന് മാത്രം. പിന്നെ വരുന്നതാണ് ബൈസെക്ഷൽ, അതായത് ഒരു ജെൻഡറിൽ കൂടുതൽ ആൾക്കാരോടുള്ള അട്രാക്റ്റഡ് ടു മോർ ദാൻ വൺ ജെൻഡർ. ഈ ഒരു അട്രാക്ഷൻ സമയമനുസരിച്ച് മാറാം, ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടൊന്നുമല്ല വരുന്നത്. പിന്നെ ട്രാൻസ്ജെൻഡറാണ്, അതായത് ബർത്ത് അസൈൻഡ് സെക്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി, അതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചില ആൾക്കാർ ചിലപ്പോൾ നോൺ ബൈനറി എന്നുള്ള ടേംസൊക്കെ യൂസ് ചെയ്ത് പറയാം. സോ ഇവർക്ക് മെഡിക്കൽ ചേഞ്ചസും അണ്ടർഗോ ചെയ്യുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഐഡൻറ്റിറ്റി അല്ല, അത് ബോഡി വെച്ചിട്ടല്ല. പിന്നെ വരുന്നതാണ് ക്വീർ എന്ന് പറയുന്നത്, അതായത് നോൺ ഹെട്രോസെക്ഷൽ ഐഡൻറ്റിറ്റീസിൻ്റെ ഒരു ബ്രോഡ് ടേമാണ് ക്വീർ എന്ന് പറയുന്നത്. സോ ഇവർ ജെൻഡർ ഫ്ലൂയിഡ്, നോൺ ബൈനറി പീപ്പിൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്നാലും ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രണ്ട് ഐഡൻറ്റിറ്റീസ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്കും ജെൻഡർ ഐഡൻറ്റിറ്റീസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ട്രഡീഷണൽ ജെൻഡർ നോംസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും ക്വീർ എന്ന് പറയുന്നത്. അവരാണ് ക്വസ്റ്റ്യനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഇൻ്റർസെക്സ് ആണ്. അപ്പം ഇൻ്റർസെക്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബയോളജിക്കൽ ട്രെയ്റ്റ്സ് സ്ട്രിക്ട്ലി മെയിലും അല്ല, സ്ട്രിക്ട്ലി ഫീമെയിലും അല്ല. ഇവർ ട്രാൻസ്ജെൻഡറിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. പക്ഷെ എല്ലാ ഇൻ്റർസെക്സ് ആൾക്കാരും LGBTQ കമ്മ്യൂണിറ്റിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നില്ല. പിന്നെ വരുന്നത് അസെക്ഷലാണ്. അസെക്ഷൽ എന്ന് പറയുമ്പം സെക്ഷൽ അട്രാക്ഷൻ ഇല്ലാത്ത ആൾക്കാരാണ് അസെക്ഷൽ എന്ന് പറയുന്നത്. സോ ഇത് ഡെമി സെക്ഷൽ, അതായത് റെയർ അട്രാക്ഷൻ ഉള്ള ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യും. ഗ്രേ സെക്ഷൽ, ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള അട്രാക്ഷനുള്ള ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ അറൊമാൻറ്റിക്, അതായത് റൊമാൻറ്റിക് അട്രാക്ഷൻ തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് മാത്രം ഉള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ വരുന്നതാണ് നോൺ ബൈനറി എന്ന് പറയുന്നത്, അതായത് ഇവരുടെ ജെൻഡറും മെയിലും അല്ല ഫീമെയിലും അല്ല. ഇവരെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് വെച്ചാൽ ജെൻഡർ ക്വീർ, അജെൻഡർ, ബൈ ജെൻഡർ, ജെൻഡർ ഫ്ലൂയിഡ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നോൺ ബൈനറി എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് പ്ലസ് ആണ്, അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ LGBTQIA അല്ലാതെയും അതിൻ്റെ അപ്പുറത്തേക്കുമുള്ള എല്ലാ അതർ ഐഡൻറ്റിറ്റീസും കവർ ചെയ്ത് പോകുന്നതാണ് പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കും എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്ലസ് സൈൻ സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ചാപ്റ്റർ 11, ദാറ്റ് ഈസ് ക്വീർ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ഇവിടെ ക്വീർ തിയറിയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി പറയാം. 1990s ഈ ഒരു തിയറി എമേർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, സിസ്ജെൻഡറും ഹെട്രോസെക്ഷൽ ഐഡൻറ്റിറ്റീസിനെയൊക്കെ അപ്പുറത്തേക്കുള്ള കുറേ സ്റ്റഡീസാണ് ഇവിടെ കവർ ചെയ്ത് പോകുന്നത്. സിസ്ജെൻഡർ എന്ന് പറയുമ്പം ബർത്തിലുണ്ടാകുന്ന സെയിം ജെൻഡർ തന്നെ. ഹെട്രോസെക്ഷൽ എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷനാണ്. സിസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബർത്തിലുള്ള ആ സെയിം ജെൻഡർ തന്നെ ഫോളോ ചെയ്ത് അതിനനുസരിച്ചുള്ള അട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണ്. ഹെട്രോസെക്ഷലാണ് ഓപ്പോസിറ്റ്. ഇവിടുത്തെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ജെൻഡറും സെക്ഷുവാലിറ്റിയും ഫിക്സ്ഡ് അല്ല എന്നുള്ളൊരു കാര്യമാണ്.
അവർ സോഷ്യലും കൾച്ചറലുമായിട്ടുള്ള കൺസ്ട്രക്ട്സ് ആയിട്ടാണ് ഇവർ പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ ക്വിയർ തിയറിയുടെ കീ ഐഡിയാസ് എന്ന് വെച്ചാൽ, ഇവർ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചലഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ ഫിക്സ്ഡ് ഐഡൻറ്റിറ്റീസിനും ചലഞ്ച് ചെയ്തിട്ടാണ് പറയുന്നത്. അതുപോലെ എന്താണ്, ഒരു നോർമൽ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമില്ല, അല്ലെങ്കിൽ സിംഗിൾ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമില്ല. നോംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ ഒരു ഗോളെന്ന് വെച്ചാൽ ബൈനറി തിങ്കിങ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്, അതുപോലെ ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് തിയറി, അതുപോലെ ലെസ്ബിയൻ ആൻഡ് ഗേ സ്റ്റഡീസ്, ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇവരുടെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജെൻഡർ പെർഫോംഡ് ആണ്, അല്ലാതെ നാച്ചുറൽ അല്ല എന്നുള്ള സംഭവമാണ്. അതുപോലെ സൊസൈറ്റിയാണ് ഐഡൻറ്റിറ്റിയെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് വരുന്നത്. അതാണ് ക്വിയർ തിയറിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തതാണ് മാരേജ് പ്രഷർ എന്ന് പറയുന്നത്. സൊസൈറ്റി എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹെട്രോസെക്ഷൽ മാരേജാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ, അതാണ് സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ LGBTQIA+ കമ്മ്യൂണിറ്റി, അതിൽ നിന്നുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്നത് ഫാമിലി പ്രഷറും ഫോഴ്സ്ഡ് മാരേജസും ഡബിൾ ലൈഫ്സും ഒക്കെയാണ്. ഇപ്പോൾ ലെസ്ബിയൻ വിമൻ ആണെങ്കിൽ അവർ ഡബിൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്കണോമിക് ഡിപ്പെൻഡൻസ് വരുന്ന സമയത്ത് അവരുടെ സിറ്റുവേഷൻ ഒന്നുകൂടി വേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇഷ്ടമില്ലാത്ത മാരേജസിലേക്ക് കടക്കേണ്ട വരുന്ന ഒരവസ്ഥയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് വർക്ക് പ്ലേസ് ഹറാസ്മെൻ്റ് ആണ്. അതായത് ജോബ്സ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി. ഇനി അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ വർക്ക് പ്ലേസിൽ നിന്നും ഡിസ്ക്രിമിനേഷൻ ഹറാസ്മെൻറ്റും നേരിടേണ്ടി വരുന്നു. അതുപോലെ ചിലപ്പം ജോബ്സിൽ നിന്ന് ഇവർ എക്സ്ക്ലൂഡ് ചെയ്ത് വിടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇവർക്ക് സേഫായിട്ടുള്ള വർക്ക് പ്ലേസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ വരുന്നത് ലീഗൽ ഇഷ്യൂസാണ്. ഇപ്പോൾ ഇന്ത്യൻ ലോ നമുക്കറിയാം, മുമ്പ് എന്താ പറയുക, സെക്ഷൽ ഹറാസ്മെൻറ്റ് ലോയൊക്കെ ഫോക്കസ് ചെയ്തത് ഓൺലി വിമണിനെ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ LGBTQയിൽ പെട്ട കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ലീഗലി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കും ലീഗൽ റെക്കഗ്നീഷൻ ഈക്വലായിട്ട് ആവശ്യം വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫാമിലി ആൻഡ് സൊസൈറ്റിയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഫാമിലീസ് ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പം റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ബിഹേവിയർ ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ വയലൻസും കൺവേർഷൻ തെറാപ്പിയും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു സോഷ്യൽ പ്രഷർ ഇവർക്ക് ഫിയറും ഐസൊലേഷനും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ വരുന്ന എഡ്യൂക്കേഷൻ പ്രോബ്ലംസാണ്. അതായത് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പീപ്പിളിന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടത് എന്താണ്? ബുള്ളിങ്, കളിയാക്കലുകൾ, മാറ്റി നിർത്തപ്പെടുക, സപ്പോർട്ടില്ലാതെ വരിക. അപ്പോൾ ഇതൊക്കെ ഡ്രോപ്പിംഗ് ഔട്ടിനും അവരുടെ എഡ്യൂക്കേഷൻ നഷ്ടമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിജുഡീസാണ്. സോ ഇവരുടെ ഈ ഒരു എന്താ പറയുക, ജീവിത രീതി ഇവർക്ക് റിജക്ഷനും ഓസ്ട്രേസിസും അബ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ കാരണക്കാരാണ് ഫാമിലി, സ്കൂൾ, വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷനൊക്കെ. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഒരു സോഷ്യൽ പ്രഷർ, ഫിയർ, വയലൻസ് ഇതൊക്കെ കാരണമാകുമ്പോൾ ഇതെല്ലാം എന്തിലേക്ക് നയിക്കും? ആൻസൈറ്റി, ഡിപ്രഷൻ, സൂയിസൈഡ് റിസ്ക്, ഹോംലെസ്നെസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നയിക്കും. അതുവഴി മെൻ്റൽ ഇൽനെസ് കൂടുന്നുണ്ട്. ഇനി ലീഗൽ പ്രോഗ്രസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം സെക്ഷൻ 377 IPC ഹോമോസെക്ഷുവാലിറ്റി മുമ്പ് ക്രിമിനലൈസ് ചെയ്തായിരുന്നു. അപ്പോൾ പിന്നീട് 2018 നമ്മുടെ സുപ്രീം കോർട്ട് ഈ ഒരു ഹോമോസെക്ഷുവാലിറ്റി ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അതുവഴി ഇവർക്ക് ഇക്വാളിറ്റിയും പ്രൈവസി റൈറ്റ്സും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് 2019 വന്നതാണ്. നമുക്കറിയാം, ഇപ്പം ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസിനെയൊക്കെ ഇന്ത്യൻ മിത്തോളജിയിൽ ഒരുപാട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊരുപാട് വയലൻസും ഡിസ്ക്രിമിനേഷനും ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുടെ മാർജിനലൈസേഷന് കാരണമായി. അങ്ങനെ വന്നപ്പം സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? ട്രാൻസ്ജെൻഡർ പീപ്പിളിനെ തേർഡ് ജെൻഡറായിട്ട് റെക്കഗ്നൈസ് ചെയ്തു. അപ്പം ഈ ഒരു ലാൻഡ്മാർക്ക് റൂളിംഗ് ആണ്
ഈ ഒരു ട്രാൻസ്ജെൻഡർ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇറക്കിയ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത ബില്ലെന്ന് പറയുന്നത് 2014 അതാണ് പിന്നീട് ഈ 2019 ആക്ടിലേക്ക് കലാശിച്ചത്. പിന്നെ വരുന്നത് റിസർവേഷൻസ് ഫോർ ട്രാൻസ്ജെൻഡർ പീപ്പിൾ. അതായത് ഈ ഒരു എന്താ പറയുക, സുപ്രീം കോർട്ട് ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസിനെ തേർഡ് ജെൻഡറായിട്ട് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി റിസർവേഷൻസും ഇന്ത്യൻ ക്വാട്ട സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ എല്ലാവർക്കും എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഈക്വലായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ആണ് ലീഗലി ഉണ്ടായ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ പീപ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.